AIYF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം KPSCയിൽ കാനം രാജേന്ദ്രൻ അനുസ്മരണം നടത്തി. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP ഉദ്ഘാടനം ചെയ്തു. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായിരുന്ന കാനം രാജേന്ദ്രന്റെ അനുസ്മരണം AIYF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം KPSCയിൽ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയ പ്രായത്തിൽ മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ സൈക്കിളുമൊക്കെ എടുത്ത് പോയിരുന്ന കാലത്ത് നിന്ന് അവസാനം കാലത്തോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞ ജീവിതം മാറ്റിമറിച്ചതിൽ കാനം ഉള്ള പങ്കും ചെറുതല്ല. അദ്ദേഹം അർപ്പിച്ച വിശ്വാസവും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും ഒക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. അവർ ഈ പാർട്ടിക്കുണ്ടാക്കിയ സൽപ്പേരും അന്തസ്സും അഭിമാനവും തന്നെയാണ് അവർ നമുക്ക് കൈമാറി തന്നിട്ടുള്ളത്. അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാനുള്ളത്. മറ്റൊന്നും നമുക്ക് അവർക്ക് വേണ്ടി നൽകാനില്ല. ആ മഹാന്മാരായ നേതാക്കൾ കാണിച്ചു തന്ന മാതൃക, എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം വിവാദങ്ങൾ നമ്മളൊക്കെ കണ്ടാലും എത്രയോ സന്ദർഭങ്ങളിൽ അതൊക്കെ പാർട്ടിയുടെ ഉയർന്ന വേദികളിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആശയ സംഘടനകളും വ്യക്തിപരമായ ഏറ്റുമുട്ടലുകളും ഒക്കെ അതൊന്നും വ്യക്തിപരമായ ഒരു ശത്രുതയുമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ആളുകളോട് പെരുമാറാൻ സാധിക്കുന്നത്? നമുക്കൊക്കെ ഒരു കാലത്ത് എത്ര തന്നെ ശ്രമിച്ചാലും സാധിക്കുമെന്ന് പലപ്പോഴും സംശയിക്കപ്പെടുന്ന അത്തരം പ്രശ്നങ്ങളിൽ ആ കടുത്ത ഭാഷ വിമർശിച്ചാണ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം കാലത്തിന്റെ റൂമിലിരുന്ന് ചായ കുടിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്ത് പിരിഞ്ഞു പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ ആളുകളുമായി ഈ ഒരു രാഷ്ട്രീയമായി കാണാനും വിമർശനങ്ങളെ വിമർശനമായി മാത്രം കാണാനും വ്യക്തിപരമായതൊന്നും സ്വാധീനിക്കാത്ത രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പൊ ഇന്ന് അവിടെ അദ്ദേഹത്തോടൊപ്പം പഠിച്ച ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചത്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചത് കേട്ടാൽ പ്രീഡിഗ്രി കാലത്ത് അദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ISFന്റെ മെമ്പർഷിപ്പ് കൊടുത്തു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം അന്നും തിരുമേനിയാകാൻ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനാവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി തയ്യാറായി പോയിട്ടുള്ള ആളാണ്. അതിനുമുമ്പ് വേറെ ഏതോ PT ജാക്കോയുടെ പാർട്ടിയുടെ മെമ്പറായി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുമായി ഇടതുപക്ഷ പ്രസ്ഥാനവുമായൊന്നും യാതൊരു ബന്ധവുമില്ല. കാലത്തിന്റെ സുഹൃത്താണ് എന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കി. ആ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് കൊണ്ടുപോയി പാർട്ടിയുടെ AISFന്റെ മെമ്പർഷിപ്പ് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ സംഘടനക്കാരനാക്കി മാറ്റി. അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഞാൻ പിതാവായതിനു ശേഷമാണ് സംഘടനയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. പിന്നെ റഷ്യയിൽ പോയപ്പോഴും അതിനുശേഷം അദ്ദേഹം റഷ്യയിൽ 2 വർഷം പഠിക്കാൻ പോയപ്പോഴും ഈ കാലത്തിന്റെ മെമ്പർഷിപ്പ് അവിടെ ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ അംഗങ്ങളിൽ ഒരാളായിരുന്നു കാനം രാജേന്ദ്രനെന്ന് അദ്ദേഹം പറഞ്ഞു. മാവോയിസ്റ്റ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു അദ്ദേഹം. അന്യായമായ വെടിവെപ്പിനെ CPI അംഗീകരിക്കില്ല എന്ന നിലപാട് വ്യക്തമായി എടുത്ത നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വല വ്യക്തിത്വത്തിനുടമയായിരുന്നു കാനം രാജേന്ദ്രനെന്നും അദ്ദേഹം പറഞ്ഞു. AIYF സംസ്ഥാന ജനറൽ സെക്രട്ടറി TT ജിസ്മോൻ മുഖ്യപ്രഭാഷണം നടത്തി. AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ അധ്യക്ഷനായി. KPSC സെക്രട്ടറി അഡ്വക്കേറ്റ് A ഷാജഹാൻ, AIYF നേതാക്കളായ R ജയൻ, T വിനോദ് കുമാർ, വിനീത വിൻസെന്റ്, TS നിതീഷ്, S അഖിൽ, ബൈ രഞ്ജിത, അരുൺകുമാർ CA എന്നിവർ സംസാരിച്ചു. സനു കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.